തലവെട്ടം കാണുമ്പോ തൊട്ടു തുടങ്ങുന്നൊരിക്കളിയാട്ടം തിരിവെട്ടം താണാലും തീരാപ്പൊടി പോരം തലമുത്തൊരു പേരാലും മുമ്പിലിരിക്കണ തത്ത പറഞ്ഞു പതിവാണേ പാടത്തി തകതി തകമേളം മഴ തുള്ളിപ്പെയ്യട്ടെ വെയിലാളിക്കത്തട്ടെ രസമൊട്ടും ചോരാതെ ഈ മേളം നീളട്ടെ കരചുറ്റും പൂങ്കാട്ടെ കരയേഴും കേൾക്കട്ടെ അതിനൊപ്പം കൂടാൻ മാളോരെല്ലാം പോന്നാട്ടെ. കൊള്ളാം കൊള്ളാം, പരിപാടി ഇഷ്ടപ്പെട്ട്. ശരി, അപ്പൊ ചെറിയ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് പാറു മെയിൻ തുടങ്ങും. 1 2 3 4 5 6 7 8 കമാൻ എടി പറ ചെടി കൈനേ. ആ തുടങ്ങിയോ? 1 2 3 വാ വരട്ടെ. മതി കേട്ടാ. നീ അല്ലേ രാവിലെ നിനക്ക് എക്സസൈസ് ചെയ്യണമെന്ന് വന്നേ? അളേ നമ്മളെ പശുത്വത്തിനാ വന്നിക്കണേ. കുഴപ്പമില്ല, കൊള്ളല്ലേ നമ്മളെ എവളല്ലേ ഇത്? രമണി നിനക്ക് എങ്ങനെ അറിയാം? നമ്മുടെ വീടിന്റെ അവിടെ ഇടക്കിടക്ക് പറഞ്ഞാണ്. ആണോ? പേരൊക്കെ അറിയാം. പിന്നെ അറിയാതെ എടാ നീ ചെടി കൊണ്ട് ഇത് കള്ളപ്പണിയാണ്. എവളെ കള്ളപ്പണിയാണ്. ചെയ്യാൻ നോക്ക്. ഇത് ഭയങ്കര പാട്. വേറെ കാണിച്ചേ ഇതെങ്കിലും ചെയ്. അളയാ പണ്ടത്തെ പോലെ ആ ഒരു സാധനം അങ്ങോട്ട് വരണില്ല, പെട്ടെന്ന് തളർന്നു പോണു. അത് എനിക്കും ഉണ്ടടാ. നമ്മളിപ്പോ തുടങ്ങിട്ട് ഒരാഴ്ച ആയതല്ലേ ഉള്ളൂ. പയ്യെ സെറ്റ് ആവടാ. അളയാ പിന്നെ ഈ കള്ളപ്പണി പരിപാടി നടക്കൂലേ? ഇന്ന് 6:45 എണീറ്റത്. നാളെ മുതല് 6 മണി 7:30 വരെ 1.5 മണിക്കൂർ എക്സസൈസ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ 5 മണിക്ക് എണ്ണിക്കണ്ടേ? അതൊന്നും പറ്റത്തില്ല. ഇപ്പൊ എണ്ണിച്ച പോലെ തന്നെ എണ്ണിച്ചാൽ. അവക്ക് നേരത്തെ എണീക്കാനുള്ള മടി. എനിക്ക് എണീക്കാൻ മടിയൊന്നുമില്ല. ഓ തന്നെ സമ്മതിച്ച് നിനക്ക് എണീക്കാൻ ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ? അതുണ്ട്. അതിങ്ങനെ ഇതെങ്കിലും ഇങ്ങനെ ചെയ്യ്. അറിയാ സാറിന്റെ അമ്മയിൽ ചേച്ചി പറഞ്ഞു എക്സസൈസ് ചെയ്യാനുള്ള വരാതി. എന്നെ നോക്കിയുള്ള വരവാ. അവളെ സ്കൂളിൽ വിടുന്നുള്ള വല്ല ചിന്ത നിനക്കണ്ട. അനി ഞായറാഴ്ച എവിടെ സ്കൂള്? ഇന്ന് ഞായറാഴ്ച അല്ല, ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച കൊച്ചിനെ അടിക്കല്ലേ. മിണ്ടരുത്. മര്യാദക്ക് ഇവിടെ വന്നോ. വടിയൊന്നും കളയാൻ പറ്റില്ല. മര്യാദക്ക് അവളെ വിളിച്ച് ഇവിടെ വരുത്തിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് കിട്ടും. എടാ ഇത് അവളെ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒക്കെ കൂടെ കൂടിയതാണ്. ഉടായിപ്പ്. സ്കൂളിൽ പോണോ നിനക്ക് അറിഞ്ഞൂടെ? നീ കൊണ്ട് വന്നേ. എന്തിനായിട്ട് സ്കൂളിൽ പോന്നേ? കേട്ടാ പറയടാ. കേട്ടാ ഇവിടെ വാ. സ്കൂളിൽ പോടി. ചാച്ചി ചേച്ചി അടിക്കരുത്. സ്കൂളിൽ പോവാതിരിക്കാനുള്ള അടവൊന്നും അല്ല. ഞാൻ സ്കൂളിൽ പോണെന്ന് പറഞ്ഞാ ഇവരാ പറഞ്ഞ എക്സസൈസ് ചെയ്തിട്ട് സ്കൂളിൽ പോയാ മതി. സമയം എത്രയെന്ന് വല്ല ചിന്തയുണ്ടാ? 8 മണി ആവാറായി. ഇനി 1 മണിക്കൂറും കൂടെ ഉള്ളു. പല്ല് പോലും തേച്ചിട്ടില്ല. തേച്ചാ നീ പല്ല് തേച്ചാ? നീ തേച്ചാ? പോയിട്ട് വയ്ക്കും. ഉറക്കത്തിന്ന് എണീറ്റ് മുടിയും കെട്ടി പൊട്ടും തൊട്ട് കണ്ണെഴുതി വന്നേക്കാ. സ്കൂളിലൊന്നും പോകണ്ട. ബാ കൊച്ചെനിക്ക് പോയിട്ട് കുറെ പണിയുണ്ട് അവിടെ. ചേച്ചിക്ക് എന്ത് പണി? എടാ എനിക്ക് ഇവിടെ വിട്ടിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. സ്കൂളിൽ പോകാൻ നോക്ക്. അത് മാത്രമല്ല, ഇന്നലെ എന്നെ കൊണ്ട് ക്രയോൺസ് സ്കെച്ച് ഒക്കെ മേടിപ്പിച്ചതാണല്ലോ. ഇന്ന് എന്റെ സ്കൂളില് ഡ്രോയിങ് കോമ്പറ്റീഷനാ. ഞാൻ അതൊക്കെ മറന്നുപോയി. നടക്കങ്ങോട്ട്. പല്ലും തേക്കൂല, കുളിക്കത്തുമില്ല. അങ്ങോട്ട്. ചേച്ചി എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നത് ചേച്ചിയെ പോലെ നിന്റെ ഫ്രണ്ട്സിന് എന്നെ അറിയാൻ പറ്റില്ല. അവിടെ നിങ്ങൾ തന്നെയല്ലേ? ചേച്ചി രാവിലെ ഫയറിലാണല്ലോ. ചേച്ചി രാവിലെ ഫയറിലാണല്ലോ.
ആന്റി ഇതിനാണത് പച്ചക്കറി മേളേ കൊറേ ഉണ്ടല്ലോ. അളിയാ, ഞാൻ ദുബായിലുണ്ടായിരുന്ന സമയത്തെ വർക്കൗട്ടൊക്കെ ചെയ്തോണ്ടിരുന്ന സമയത്ത് കറക്റ്റ് പച്ചക്കറി വേവിച്ച് കഴിക്കുമായിരുന്നു. ആരോഗ്യത്തിന് നല്ലതാണല്ലോ. അതുപോലെ 1 കപ്പ് ചോറ്, പിന്നെ മീൻ മാക്സിമം കഴിക്കും, പിന്നെ മീറ്റ് ആഴ്ചയിൽ 1 ദിവസം. അതായിരുന്നു എന്റെ റുട്ടീൻ. അങ്ങനാണെങ്കിൽ അളിയന്റെ ഡയറ്റിംഗ് പ്ലാൻ നമ്മൾ പിന്നെയും തുടങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പൊ എന്തായാലും നമ്മൾ എക്സസൈസ് ഒക്കെ തുടങ്ങിയിട്ട് ഒരാഴ്ച ആയല്ലേ. കുറ്റം പറയാൻ പറ്റില്ല കേട്ടാ, ഓടുന്നുണ്ടാന്ന് തോന്നലയാ, കാലിനൊക്കെ നല്ല ഉറപ്പും. അതുപോലെ നമ്മൾ അപ്പർ ബോഡി കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ കറക്റ്റ് മസിൽ തിരിഞ്ഞ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഇപ്പൊ ചെസ്റ്റിനാണെങ്കിൽ ചെസ്റ്റിന് കറക്റ്റ്, ഷോൾഡറിനാണെങ്കിൽ ഷോൾഡർ, ലെഗ്സിനാണ് ലെഗ്സിന്, പിന്നെ ആപ്സ്. നിന്റെ ബോഡി മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാനുണ്ട്. നല്ലൊരു മേക്ക് ഓവർ നിനക്ക് ആവശ്യമാണ്. അതുപോലെ ലച്ചസേ, എന്റെ ഒരു പഴയ കഥ അറിയാമോ? 2020 തോന്നുന്നു, ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് 1 വർഷം വർക്കൗട്ടിന് പോയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജിമ്മിൽ ഞാൻ പെടച്ച് കിടന്ന് അങ്ങോട്ട് വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ കണ്ണാടി നോക്കിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, കറക്റ്റ് 6 പാക്ക് ഇങ്ങനെ കറക്റ്റ് വയറിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക മിററില്. ഒറ്റ ദിവസം കൊണ്ടല്ല, 1 വർഷം കൊണ്ട് ട്രെയിൻ ചെയ്തിട്ട്. അപ്പോഴാണ് കണ്ണാടി നോക്കണം. അപ്പൊ കണ്ണാടി ഇങ്ങനെ നോക്കുക. അപ്പൊ ട്രെയിനർ എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്തുകൊണ്ട് കോമ്പറ്റീഷൻ ഇറങ്ങുന്നില്ല? കോമ്പറ്റീഷന് ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കപ്പ് തൂക്കത്തില്ലടാ. അതെ, ചായ കപ്പും തൂക്കും. എന്റെ പൊന്നു സിദ്ധു, നിനക്ക് ഏത് കാലത്താണ് 6 പാക്കും ഈ പറഞ്ഞ മസിൽസ് ഒക്കെ വന്നേക്കുന്നത്? ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ വിളിക്കുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ലച്ചു ഞാൻ മന്തി കഴിക്കാൻ പോവാ, അല്ലെങ്കിൽ അവിടെ പോവാ, ഇവിടെ പോവാ, ഫുൾ ഫുഡ് അടിയായിരുന്നു. കേശവേ, നീ എത്ര മിനിറ്റ് ഇങ്ങനെ നിക്കോടാ? ഒരു 1-2 മിനിറ്റ്. അത്ര ഉള്ള? ഞാനൊരു 15 മിനിറ്റ് വരെയൊക്കെ പിടിക്കും. 15 മിനിറ്റ് വരെ. ഒരു 5 വരുന്നില്ലേ? ഇപ്പോഴല്ല, പണ്ട് വർക്കൗട്ട് ചെയ്തോണ്ടിരുന്നപ്പോ. എനിക്ക് നിങ്ങളോട് എക്സസൈസ് ചെയ്യാൻ ജോയിൻ ചെയ്യണം. കുറെ നാളായി മേലൊക്കെ ഒന്ന് അനങ്ങി. நம்ம கௌரி இருக்கால, ரொம்ப சூப்பர் தான். அவளுக்கு கராட்டே தெரியும், களரி தெரியும், நல்லா ஃபைட் கூட செய்வா. ആരായിരുന്നു അമ്മായിയുടെ ട്രെയിനർ? അതെന്റെ ഒരു ഫ്രണ്ട് ചേട്ടൻ. ചേട്ടനാണ്. ഈ ചേട്ടൻ നാഷണലോ അതോ ഇന്റർനാഷണലോ? അങ്ങനെയൊന്നുമില്ല സിദ്ധുവേ, കായംകുളത്തൊരു കുഞ്ഞു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലോക്കൽ സെറ്റപ്പ് അല്ലേ? ലച്ചുസേ, എന്റെ ട്രെയിനർ ഉണ്ടല്ലോ യൂറോപ്പില്, അവിടെ കോമ്പറ്റീഷൻ ഇറങ്ങുന്ന ആളായിരുന്നു. അതായത് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിൽ ഇറങ്ങുന്ന ആൾ. എന്തായാലും എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്നത് നല്ലതാ, എന്നാലേ രക്തോട്ടം ഉണ്ടാവത്തുള്ളൂ. അമ്മ ഇപ്പൊ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞു സ്ഥിതിക്കും നമുക്ക് എല്ലാവർക്കും കൂടെ നാളെ പോലെ എക്സസൈസ് തുടങ്ങിക്കളയാം. എന്താണ്? യെസ്. ഓ, ഞാനില്ല. ഈ പരിപാടി എത്ര തവണ ഇവിടെ തുടങ്ങിയതാണ്. എന്നിട്ട് ആദ്യത്തെ 5-6 ദിവസം ഈ ശുഷ്കാന്തി കാണും, പിന്നെ ഓരോരുത്തരും ഓരോ സൈഡാവും. ഞാൻ പറയല്ലേ ലച്ചേച്ചി, വായിച്ചൊരു മിണ്ടായി. யார் இருந்தாலும் சரி, இருக்கலைனாலும் சரி, எனக்கு எக்ஸசைஸ் செய்யணும். நான் இருப்பேன் எக்ஸசைஸ்க்கு. சிது, நீ எல்லாமே சொல்லி கொடுக்கணும். എന്നാ പിന്നെ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എനിക്കും എക്സർസൈസ് ചെയ്യണം. അമ്മമ്മ എവിടെ വരാൻ പോണെന്ന്? എക്സർസൈസും നിങ്ങളുടെ കൂടെ. നാരായണ നാരായണ. ഹലോ, ഞാനേ ഉച്ചക്ക് കറക്റ്റ് ഫുഡായിരുന്നു. ഒരു 2 തവി ചോറ്, അതിനനുസരിച്ച് പച്ചക്കറി. പച്ചക്കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ദുബായില് അവിടെ ടോപ്പ് ക്വാളിറ്റി സാധനം കിട്ടത്തുള്ളൂടാ. ഇവിടെ കിട്ടുന്നതൊക്കെ ഈ മരുന്നടിച്ചല്ലേ? അവിടെ പിന്നെ മരുന്നടിക്കാത്തായിരിക്കും. അല്ല, അവിടെ നല്ല സാധനം കിട്ടും. ശരി ശരി, ഇവിടെ മരുന്നടിക്കാത്തൊക്കെ കിട്ടും കേട്ടാ. അല്ലയാ, നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണോടാ. ഞാൻ ദുബായിലായിരുന്ന സമയത്തെ 3 ലിറ്റർ വെള്ളം കുടിക്കുമായിരുന്നു. സത്യമാടാ, 3 ലിറ്റർ ദുബായില് ദിവസേന. ഇവിടെ കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുടിക്കണം. പ്രത്യേകിച്ച് നാരങ്ങ വെള്ളം. ദുബായിൽ നാരങ്ങ വെള്ളം കിട്ടുമെന്ന് അറിയാം, എന്നാലും ഇവിടുത്തെ നാരങ്ങ വെള്ളം കുടിക്കണം. കുടിക്കാം. ഉഷപ്പിടിച്ചാലോ നമുക്ക്? അതെ, എന്നെ മനസ്സിലായി. ഞാൻ അതിലോട്ടാണ് പോകുന്നത്. നിന്റെ ആ ഒരു വശം കണ്ടപ്പോഴേ അടി എടാ, കൈ കറക്റ്റ് ആയിട്ട് വെച്ചടി, എന്നാലേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ മസിലിന്. പോട്ടെ. ഇനി തിരിച്ച് പുഷ് ചെയ്യ്. പുഷ് എന്താടാ? കൊല്ലാൻ നോക്കണോ? അളിയാടാ, തിരിച്ച് പുഷ് ചെയ്യണം എന്നും പറഞ്ഞോണ്ട് വെച്ചൊക്കെ തേക്കാണ്. എടാ, ചെയ്യണ്ടേ ഇതൊക്കെ? ലച്ചൂസോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അമ്മായി,
ദുബായിലായിരുന്നപ്പോ ഞാൻ പുഷപ്പ് പഠിക്കുമ്പോ എക്സ്ട്രാ ഒരു 30 കിലോ കൊടുത്ത് പുറകിൽ അങ്ങ് കെട്ടി വെക്കുമായിരുന്നു. എന്നിട്ട് വർക്കൗട്ട് ചെയ്യും. അളയെ സ്വന്തമായിട്ട് എടുത്ത് കെട്ടി വയ്ക്കുമായിരിക്കും അല്ലേ? സ്വന്തമായിട്ടല്ല, ട്രെയിനർ അടുത്ത് പുറത്ത് കെട്ടി വെച്ചു. 30 കിലോ എന്ന് പറഞ്ഞാൽ കൂടുതലല്ലേ അത്? കുറച്ചുകൂടെ. അതിന് 30 കിലോയുടെ തൂക്കം മോക്ക് അറിയാവോ? ഇവിടെ 1 കിലോ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ ഞാൻ തൂക്കി നോക്കിയിട്ടുണ്ട്. അളയാ ശരി, സമ്മതിച്ച്. അളയൻ 10-30 കിലോ ഒക്കെ പുറത്ത് കയറ്റി വെച്ചടിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെസ്റ്റിന് എങ്ങനെയാണ് അടിക്കാറ്? ഒരു 500 കിലോ വെച്ചിട്ടാണ്. ചെസ്റ്റിന് 500 കിലോ വെച്ചിട്ട് കൂടുതലല്ലടാ. ഒരു 200, 210, 215, 225 ഒക്കെ വെച്ച് അടിക്കാറ്. എന്റെ പൊന്നോ, ഇത്രയും വെയിറ്റോ? എന്നാലല്ലേ പിടിക്കത്തുള്ളൂ. ഈ കിടന്ന് കാണിക്കുന്ന എനിക്ക് തീരെ പിടിക്കുന്നില്ല. രാവിലെ ഒരു സെക്ഷൻ വർക്കൗട്ട് കഴിഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് വൈകുന്നേരം കിടന്ന് കസർത്ത് കാണിക്കുന്നത്? ചേച്ചി, ഞങ്ങള് അങ്ങനെയാണ്. ബോഡി ട്രെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ നമ്മള് ഡോണ്ട് ക്വിറ്റ്. അതേപോലെയാണ് എപ്പോഴും ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് മാനസിക പ്രശ്നമാണ്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാനും കൂടെ നാളെ നിങ്ങളുടെ കൂടെ വന്നോട്ടെ? എന്തിനി? വ്യായാമം ചെയ്യാന്. എന്നെ കൊണ്ട് ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന വ്യായാമമൊക്കെ ഞാനും ചെയ്യാം. സിദ്ധുമോനെ എല്ലാം അറിയത്തില്ലേ? ഒരുവിധമൊക്കെ അറിയാം. അമ്മൂമ്മ കളത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ഞാൻ കളത്തിൽ നിന്ന് പുറത്തേക്ക് ചാടും. എന്തോന്നോ ലച്ചു, ഈ പ്രായത്തിൽ വർക്കൗട്ട് ചെയ്യണ നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. അമ്മൂമ്മ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ആ മുട്ടിന് നട്ടും ബോൾട്ടൊക്കെ ഇളകി കിടക്കുകയാണ്. നമ്മുടെ കൂടെ വർക്കൗട്ട് ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറ്റം പറയില്ലേ? പറയും. അതുകൊണ്ട് ഞാൻ ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്യുന്നു. ഞാനും ഇല്ല. ഓക്കെ, ബൈ ഗൈസ്. അപ്പൊ ഞാനും വരുന്നു. കേശുമോനെ, ഓ ഞാനും കൂടെ വന്നോട്ടെ നാളെ? അളിയാ, നമുക്ക് നാളെ വേറെ ഇവിടെ പോണ്ടേ? എവിടെ? അവിടെ ജംഗ്ഷനില്ലേ? പിന്നെ മറ്റേ ആളെ കാണാൻ പോണ്ടേ? അമ്മൂമ്മ, നാളത്തെ കാര്യല്ലേ? നമുക്ക് നാളെ സംസാരിച്ച് ഡീൽ ചെയ്യാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാക്കി വർക്കൗട്ട് നമുക്ക് പിന്നെ ചെയ്യാം. അതെ, ബാക്കി വർക്കൗട്ട് നമുക്ക് നാളെ ചെയ്യാം. நம்ம போலாமா? ആന്റി രണ്ടും കൽപ്പിച്ചാണല്ലേ? അല്ല, അമ്മായി എവിടെ? അപ്പൊ അറിഞ്ഞില്ലേ? അമ്മായി രാവിലെ മുങ്ങി. മുങ്ങിയാ? ആ, സ്ഥിരം പരിപാടി. ഈ കാണുന്ന പ്ലാനിങ് മാത്രമേ ഉള്ളൂ. അടിപൊളി. അല്ലയാ, ഇന്ന് എനിക്ക് എക്സസൈസ് കാര്യമായിട്ട് പറഞ്ഞു തരണം. ഇന്നലെ ചെയ്തൊന്നും അങ്ങോട്ട് ശരിയായില്ല. ഇന്ന് കുറച്ച് കഠിനമായിട്ടുള്ളത് വേണം. കഠിനമായിട്ടുള്ള വേണോ? കൊച്ചുകുട്ടികളുടേതായ എക്സസൈസ് ചെയ്താൽ മതി. അപ്പൊ അളിയാ, എങ്ങനാ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാലോ. എല്ലാത്തിനും ഞാൻ ഫിറ്റ് ആക്കിയിട്ട് ഇറങ്ങത്തുള്ളൂ. ഒരേ ഒരു മണിക്കൂർ, അതിന്റെ അപ്പുറത്തേക്കുള്ള കസർത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല, ഇപ്പൊ 1 മണിക്കൂർ മതി. പിന്നെ പോകുമ്പോ അരമണിക്കൂർ വെച്ച് കയറ്റി പോവാലോ. അതെ അതെ അതെ. അപ്പൊ എങ്ങനെ തുടങ്ങിയല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. പിള്ളാരെ, നിങ്ങൾ വ്യായാമം ചെയ്യാൻ പോവാ?
ആ അതെ. എന്നെ കൊണ്ടുപോകാതെ പോവല്ലയോ? എന്താ അമ്മൂമ്മ ഒരു മരണമായിട്ട് നിൽക്കും പോലെ? സെന്റ് അടിച്ചിടിച്ചു കയറാനുള്ള പരിപാടിയാ. അമ്മൂമ്മ നമ്മളെ മനഃപൂർവ്വം അല്ലല്ലോ അമ്മൂമ്മയെ കൊണ്ടുപോകാത്തെ. ഒന്നാമതേ അമ്മൂമ്മയുടെ മുട്ടിന് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ അമ്മൂമ്മയെ കൊണ്ടുപോയി അമ്മൂമ്മയുടെ മുട്ടിന് വല്ലതും പറ്റിപ്പോയാലോ? അമ്മൂമ്മയുടെ ആരോഗ്യത്തിന് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പൊ അമ്മൂമ്മക്ക് എക്സസൈസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് വെച്ചാല് ദേ നമ്മുടെ വരാന്ത ഉണ്ടല്ലോ, വരാന്തയിൽ കൂടെ ഒരു 10 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേ ഓടേ ചാടി എന്താന്ന് വെച്ചാ ചെയ്. വായില് ഈച്ച പോയതാ, ഈച്ച. എന്നെ കൂടെ കൊണ്ടുപോക്കളെ. ഒരു മിനിറ്റ്, ഞാൻ ട്രെയിനറിന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. ട്രെയിനറെ, യെസ് അമ്മൂമ്മനെ കൂട്ടണോ? ലച്ചു, ആസ് പെർ അമ്മുമാസ് ഏജ്, ബോഡി വെയിറ്റ്, ഹൈറ്റ് എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ കൂടെ ഹെവി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആള് കാഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അയ്യോ എന്നാ വേണ്ട. സോറി അമ്മുമ്മ. ഗൈസ് ചലോ. ഓക്കെ. അമ്മൂമ്മേ, എന്തായാലും അമ്മൂമ്മ വെറുതെ ഇരിക്കല്ലേ, കുറച്ച് പാല് തിളപ്പിച്ച് വെക്കണേ. വായിൽ ഈച്ച പോയതായിരിക്കും. അളി എന്താ ഓട്ട മത്സരോ? ഇങ്ങനല്ലല്ലോ ജോഗിങ്. ആ ജോഗിങ്ങിന് മിനിമം സ്പീഡൊക്കെ വേണോടാ. ഇങ്ങനെ എനിക്ക് ശ്വാസം മുട്ടണ്. മെതുവാ, ഇവിടെ ഇങ്ങനെ ഒന്ന് നിന്നാലോ? അയ്യോ ഗൈസ്, അപ്പൊ നമ്മൾ ഇത്രയും നേരം ഓടിയത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് ഇപ്പൊ അത്യാവശ്യം വാമപ്പ് ഒക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് എക്സസൈസിലേക്ക് കിടക്കാം. ഓക്കെ? എന്നാ സാർ കളി എന്തിനാ തിരുവാതിര കളിക്കാൻ പോണോ? അല്ല, ഞാൻ ദുബായിലുള്ള എന്റെ ട്രെയിനറിനെ ഒന്ന് സ്മരിച്ചതാണ്. അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? എന്റെ ട്രെയിനിങ് രീതി ഇച്ചിരി കർശനമായിരിക്കും. എല്ലാരും കൂടെ കട്ടക്ക് പിടിച്ചോണം. 6 ദിവസം ആരംഭിക്കഴിഞ്ഞാൽ അടി. ഓക്കെ ഓക്കെ, അപ്പൊ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഹെഡ് റൊട്ടേഷൻ. 1 2 1 2. ഇനി ലെഫ്റ്റ് റൈറ്റ്. 1 2 1 2. ഇനി കൈ. 1 അടിയാ ചെയ്യടാ. 1 2 1 2. ഇനി റൊട്ടേഷൻ. 1 2 1 2. ഇനി ഇത് 1 2. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഏത് വയർ റൊട്ടേറ്റ് ചെയ്യണേ? ആ ഹിപ്പ് ഹിപ്പ്. ആ ഇത് തന്നെ. ചെയ്തോ? 1 2. തിരിച്ച് 1 2. ഇനി നെക്സ്റ്റ് ഇത്. കേശു ഒന്ന് ചെയ്യേ. എന്താ ഇതൊന്നും ചെയ്ത് കാണിച്ചില്ലാറേ. ആ ഒന്ന് ചെയ്തേ. 1 2 1 2 1 2. അങ്ങനെ ആനങ്ങട്ട ആന്റി. 2 1 2 ആയില്ലേ? ഇനി ഇവിടെ റൊട്ടേഷൻ കൊടുക്കാം. 1 2 മൊത്തം ഓടിയട്ടെ. ചെയ്യാങ്ങട്. 2 ചേച്ചി 1 2 എനർജി 1 ഓക്കെ മതി. അപ്പർ പാർട്ടി ഇപ്പൊ ഏകദേശം നമ്മുടെ നനങ്ങിയിട്ടുണ്ട്. എൽബോ നനങ്ങിയതാ. അത് കുഴപ്പമില്ല. ഇനി നമുക്ക് കീപ്പോട്ട് പോവാം. കീപ്പോട്ട് ലെഗ് ലോവർ ബോഡി ലെഗ്സ് സ്പ്രെഡ്. ലെഗ് സ്പ്രെഡ് മാക്സിമം പിടി. ഇത് ഇച്ചിരി സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. എനിക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പൊ നോക്കിയും കണ്ടും ചെയ്യണം. ഓക്കെ? 1 2 1 അയ്യോ അയ്യോ അയ്യോ
അയ്യോ എന്തുപറ്റി? അയ്യോ മസിൽ പിടിച്ച് തോന്നിട്ട് അയ്യോ അളിയാ പിടിച്ചോ? ഇവിടെ മസിൽ പിടിച്ച് ഞാൻ പറ്റ അളിയാ പിടിയുടെ എണീപ്പിക്ക്. പൊക്ക് പൊക്ക്. പൊങ്ങണ്ടേ അയ്യോ സീന. എടാ അങ്ങനെ നമ്മള് തിരുമ്മി വിടണം. തിരുമ്മിയാ മതി. അതന്നെ തിരുമ്മി ഒടച്ചു വിടണം, അല്ലെങ്കിൽ ആ മസിൽ അവിടെ കയറി ഇരിക്കും. ഒന്നാമത് ഇഷ്ടം പോലെ ഏരി കിടക്കണ്. പയ്യെ പയ്യെ. പോട്ട്. കുറച്ചു നേരം വേദന ഉണ്ടോ? അത് കഴിയുമ്പോ മാറിക്കോളും. അതെ 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 തിരുമ്മി കൊടുക്കടാ. ഓ തിരുമണ தண்ணி കാലിൽ വെക്കാന്. സിദ്ധു, ഇപ്പൊ എന്ത് തോന്നണു? ദുബായി തന്നെ നിന്നാ മതിയായിരുന്നു തോന്നുന്നു. ഇങ്ങോട്ട് വന്നത് അബദ്ധമായി തോന്നുന്നു. സിദ്ധു, എവിടെ നിന്നാലും സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും. ഇത് സംഭവിച്ചതല്ലോ, ഇത് സംഭവിപ്പിച്ചതല്ലേ. പാറൂസേ, എനിക്കൊരു കയ്യബദ്ധം പറ്റിയതല്ലേ. കയ്യബദ്ധല്ല, കാലബദ്ധം. സിദ്ധു ഹോസ്പിറ്റലിൽ പോലാമാ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്, ഇത് കുറച്ച് കിടന്നാ മാറിക്കോളും. അളിയാ, നിനക്ക് ഞാൻ കിടന്ന് കാണാൻ ഭയങ്കര താല്പര്യമല്ലേ? എന്തൊക്കെയായിരുന്നു ഇന്റർനാഷണൽ ട്രെയിനറ്, പിന്നെ മത്സരത്തിൽ ഇറങ്ങാൻ ഓഫറ്, പിന്നെ 30 കിലോ വെയിറ്റ് എടുത്ത് മുതത്ത് വെച്ചിട്ട് പുഷപ്പ്. മനുഷ്യന്റെ കാര്യം ഇത്രേ ഉള്ളല്ലേ. അപ്പൊ ഇന്നത്തെ വർക്കൗട്ടിന്റെ കാര്യം ഗോവിന്ദ. കുഴപ്പമില്ല, അതിന്റെ കാൾ റെഡി ആയി നമുക്ക് നാളെ കൂടെ ഇറങ്ങാമല്ലോ. ഞാൻ ഇനി കുറച്ച് നാളത്തേക്കില്ല. പയ്യേ അളയാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടാ. സംശയങ്ങൾ നല്ലതാണ്, ചോദിക്ക്. ആടാ ഉള്ള കാര്യം പറയാവൂ. ആടാ അളയാ, അളയന് ശരിക്കും ഇതില് വലിയ വശമുണ്ടോ? എന്താണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്ക് നല്ല ധാരണ ഇതിനെ കുറിച്ചൊക്കെ. ഉള്ളവരെ ഉള്ള പോലെ പറയണം, അല്ലെങ്കിൽ അമ്മച്ചാണ് ദുബായിലുള്ള ഫ്രണ്ട്സിനെ നമ്മൾ ചോദിക്കും. ദുബായിലുള്ള ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിക്കുന്നു. ഷുവറാ? 100%. എങ്കിൽ പിന്നെ ഉള്ളത് പറയാം അല്ലേ. ദുബായിൽ എന്റെ ഫ്ലാറ്റിൽ നിൽക്കുന്ന കൂട്ടുകാർ രാവിലെയും വൈകിട്ടും ഒക്കെ വർക്കൗട്ടിന് പോവും. അപ്പൊ അവരീ കാണിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ ജോലി കഴിഞ്ഞ് വന്നിട്ട് 4 നേരം ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം തന്നെയാ അവിടെ പരിപാടി. പക്ഷെ ഇതാണ് പറയണത്, വയ്യാത്ത വെട്ടി കയ്യാലേറിയ ഇങ്ങനെ ഇരിക്കുമെന്ന്. വെച്ചു എന്നെ പട്ടിന്ന് വിളിച്ചോ? അങ്ങനെ ഫീൽ ചെയ്തോ? ഏതാള് കയ്യലപ്പുറത്ത് കയറാൻ പോയിട്ടല്ലേ, കുഴപ്പമില്ല. അപ്പൊ ഈ സീസണിലെ വർക്കൗട്ട് സെക്ഷൻ മൊത്തത്തിൽ പൊളിഞ്ഞ്. താടി കുറയ്ക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയതാ. ഇനി അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീറ്റോട്ട് കുറയ്ക്കാനും പറ്റത്തില്ല. ഇനി എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യും? കഴിക്കാൻ. ஷோ நான் ஒல்லி ஆனா ரொம்ப அழகா இருக்கும்னு நம்ம லட்சுமி பாலசுப்ரமணியம் எப்பவும் சொல்லும். ஓரோ வாட்டி மதுரைக்கு போகும்போது நான் சொல்லுவேன், அடுத்த வாட்டி வரும்போது நான் ஒல்லியா வருவேன் ஒல்லியா வருவேன். ഇനി ഞാൻ என்ன செய்வேன்? ആന്റി ഒരു കാര്യം ചെയ്യ്, വെയിലത്തെ ടാറിട്ട റോഡിൽ പോയിട്ട് അങ്ങ് കിടക്ക്. അതാകുമ്പോ ഉണക്കമത്തി പോലെ അങ്ങ് ആയിക്കോളും. நிஜமா? കരിവാട് പോലെ ആവുന്നത്. പിന്നെ ഇച്ചിരി തേങ്ങ അരച്ച് മാങ്ങിയിട്ട് വെച്ചാ മതി. സിദ്ധോ, അല്ല അളി ഇത്രയും കരഞ്ഞോളം നിലവിളിച്ചിട്ടും അമ്മൂമ്മയോടൊപ്പം കിടക്കണ്. ശരിയാണല്ലോ. അമ്മൂമ്മ, அம்மா അമ്മമ്മേ, ട്രെയിനർ പടവായല്ലേ. നിങ്ങൾ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും എന്റെ ആരോഗ്യം ഞാൻ ശ്രദ്ധിക്കണമല്ലോ. രക്തയോട്ടം ഉണ്ടെങ്കിലേ പ്രസരിപ്പുണ്ടാവത്തുള്ളൂ. നിങ്ങളൊക്കെ നിർത്തിയല്ലോ അല്ലേ? ഞാൻ തുടങ്ങാൻ പോവാ. എന്റെ ചോനർത്തല ഭവാനി. എടോ അത് താൻ തന്നെയാടോ. ചോനർത്തല ഭഗവതി.
എന്റെ പയറ് ഓർത്തോലെ അമ്മടന്ന് ചാടുന്നു. അമ്മൂമ്മ പണ്ടത്തെ പുലിയെന്ന് പറയുന്നത് വെറുതെ അല്ല. കുറച്ചേ കായികാഭ്യാസങ്ങളൊക്കെ പഠിച്ച ചോനറത്തല തറവാട്ടിലെ ജനിച്ചവളാ ഞാൻ. കുറച്ചടവുകളൊക്കെ എനിക്കും അറിയാം. അമ്മൂമ്മ കേക്കലെ സത്തമാ വിളി. അമ്മൂമ്മ ആ അങ്ങനെ വിളി.